ഓസ്ട്രേലിയയിൽ നടക്കുന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് പ്രധാന കാരണം ടീം ഇന്ത്യയുടെ നായകനായ രോഹിത് ശർമ്മയുടെ മോശം പ്രകടനം കൂടിയാണെന്ന് വിമർശകർ പറയുന്നു. പെർത്തിൽ നടന്ന മത്സരത്തിൽ തിളങ്ങിയ KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യത്തെ തുടർന്ന് നിലനിർത്തിയ ഇന്ത്യൻ ടീം രോഹിത്തിനെ ബാറ്റിംഗ് ഓർഡറിൽ 6-ാമനാക്കി. എന്നാൽ തന്റെ പതിവ് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെട്ട രോഹിത്തിന് പുതിയ സ്ഥാനത്ത് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. 23 പന്തിൽ വെറും 3 റൺസ് നേടിയാണ് അദ്ദേഹം പുറത്തായത്. സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെതിരെ വലിയ വിമർശനമുയർന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണമെന്ന ആവശ്യം പോലും പല ആരാധകർ ഉന്നയിക്കുന്നു. ന്യൂസിലൻഡിനെതിരായ അവസാന 3 ടെസ്റ്റുകളുടെ പരമ്പരയിലും രോഹിത്തിന്റെ പ്രകടനം നിരാശാജനകമായിരുന്നു. 6 ഇന്നിംഗ്സുകളിൽ നിന്ന് ഒരൊറ്റ 50 പോലും അദ്ദേഹത്തിന് കുറിക്കാനായില്ല. പിങ്ക് ബോൾ ടെസ്റ്റിൽ ലഞ്ച് ബ്രേക്കിന് 1 ഓവർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് രോഹിത് ക്രീസിലെത്തിയത്. എന്നാൽ ആദ്യ ബോൾ മുതൽ തന്നെ അദ്ദേഹം ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ചു. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനാവാതെ പലതവണ ബീറ്റ് ചെയ്യപ്പെട്ടു. ഒടുവിൽ സ്കോട്ട് ബോളണ്ടിന്റെ ബൗളിംഗിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി പുറത്തായി. സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ച് ഗൗതം ഗംഭീറിനെയും പഴിക്കുന്നുണ്ട്. രോഹിത്തിനെ ഓപ്പണിംഗിൽ നിന്ന് 6-ാമത്തെ നമ്പറിലേക്ക് മാറ്റിയതിനാൽ ഇത്തരമൊരു തിരിച്ചടിയുണ്ടായതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മൊത്തത്തിൽ രോഹിത് ശർമ്മയുടെ മോശം പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ ആഘാതമായി. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ രോഹിത് എന്ത് തീരുമാനമെടുക്കുമെന്നത് കാത്തിരുന്ന് കാണാം.